കണ്ടല്ലൂർ സൗത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മണ്ഡലം പ്രസിഡന്റും DCC മെമ്പറുമായിരുന്ന പുകയിലത്തുണ്ടിൽ ശിവദാസന്റെ 28ാം ചരമവാർഷിക ദിനം ആചരിച്ചു. ഇതോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി. കണ്ടല്ലൂർ സൗത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മണ്ഡലം പ്രസിഡന്റും DCC അംഗവുമായിരുന്ന പുകയിലത്തുണ്ടിൽ ശിവദാസന്റെ 28ാം ചരമവാർഷിക ദിനം ആചരിച്ചു. ഇതിനോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി. മണ്ഡലം പ്രസിഡന്റ് വിജയൻ ആശാരിമുറി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് L. വേലായുധൻപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുപ്രവർത്തകർക്ക് ഒരിക്കലും മരണമില്ല എന്നാണ് പറയുന്നത്. ഭൗതികമായി അവർ മരിച്ചാലും ജനഹൃദയങ്ങളിലും അവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെ അവർ എന്നും ജീവിക്കും എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ലളിതമായ ഈ ചടങ്ങ്. 8:30 മണിക്ക് ഈ പരിപാടി തുടങ്ങും എന്ന് വിജയൻ അനൗൺസ് ചെയ്ത സാഹചര്യത്തിൽ സൂക്ഷ്മ 8:30 ആയപ്പോൾ തന്നെ ഇത്രയും പ്രവർത്തകർ ഇവിടെ വന്നു ചേർന്നു എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരുടെയും നമ്മളുടെ മനസ്സിൽ ശിവദാസൻ സാർ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മളുടെ ഈ ഒത്തുകൂടൽ എന്ന് പറയുന്നത്. ശിവദാസ് സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വിജയൻ പറയാനുണ്ടെന്ന് വിജയൻ പറഞ്ഞതുപോലെ തന്നെ നിരവധി വർഷക്കാലം ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച ആളുകളാണ് ഞാനും ശിവദാസ് സാറും ഒക്കെ. ശിവദാസൻ സാർ ഒരു പച്ചയായ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. മനസ്സിൽ പ്രത്യേകിച്ച് ആരോടെയും വൈരാഗ്യമില്ലാത്ത, ആരോടെയും ശത്രുതയില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. തനി പച്ചയായ മനുഷ്യനായതുകൊണ്ട് അതിൻ്റെ ചില ദുരന്തങ്ങളും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു കൃത്രിമ സ്വഭാവം ഒരിക്കലും ശിവദാസ് സാറിൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. നേരെ വാ നേരെ പോയി എന്നുള്ള ചിന്താഗതിയുമായി മുന്നോട്ട് പോയിരുന്നു. അന്ന് ആ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ അല്ല രാഷ്ട്രീയ പ്രവർത്തനം. വളരെ ദുർഘടമായ ഒരു സാഹചര്യമാണ് അന്ന് നിലനിന്നിരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ വ്യക്തശത്രുതയിൽ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടമാണ്. കണ്ടല്ലൂരിൻ്റെ തീരപ്രദേശങ്ങളിലൂടെ കോൺഗ്രസിൻ്റെ പതാകയും പിടിച്ചുകൊണ്ട് പോകാൻ വയ്യാത്ത ഒരു സാഹചര്യം. കോൺഗ്രസിൻ്റെ പതാക കണ്ടാൽ പതാക മാത്രമല്ല, അതുകൊണ്ട് പോകുന്ന ആളുകളെ പോലും ധീരമായി മർദ്ദിക്കുന്ന ഒരു ഭീകര അന്തരീക്ഷം നിലനിന്നിരുന്ന കാലഘട്ടത്തിലാണ് ശിവദാസൻ സാറ് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റായിട്ട് വരുന്നത്. നമുക്കറിയാം, നമ്മുടെ മുൻ തലമുറയിൽപ്പെട്ട ആളുകളുടെ ദീർഘവീക്ഷണത്തോടെ കൂടിയുള്ള പ്രവർത്തനമാണ് നമ്മുടെ കണ്ടല്ലൂരിൽ ഇന്നും കോൺഗ്രസിന് ഒരു അസ്തിത്വം നിലനിൽക്കാനുള്ള കാരണം. ഒട്ടനവധി നേതാക്കന്മാർ ഇവിടെ മണ്ഡലം പ്രസിഡന്റുമാരായിട്ടും അതുപോലെ തന്നെ അതേ സ്ഥാനങ്ങളിലൊക്കെ അന്നത്തെ ആ അരിഷ്ഠിതാവസ്ഥ അല്ലെങ്കിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് പരിമിതി ഉണ്ടായിരുന്ന കാലത്ത് ശിവദാസൻ സാറിനെ പോലെയുള്ള ആളുകൾ ഓടി നടന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്ന സൈക്കിളിൽ യാത്ര ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് പാർട്ടി വളർത്താൻ അഹോരാത്രം പണിയെടുക്കുകയുണ്ടായി. അവരെയൊക്കെ നമ്മൾ വിസ്മരിച്ചുകൂടാ. കാരണമെന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രമുണ്ട്. നേരെ മറിച്ച് ഇന്നത്തെ പുതുതലമുറയ്ക്ക് അവരിലേക്ക് ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളും ഇവരുടെ നന്മയും പകർന്നു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയും കടപ്പാടുമാണ്. അവരൊന്നും വിസ്മൃതിയിൽ ആണ്ടുപോകാൻ പാടില്ല. അഡ്വക്കേറ്റ് N. രാജഗോപാൽ, ബിജു ഈരിക്കൽ, ഡോക്ടർ രാജേന്ദ്രൻ, B. ചന്ദ്രസേനൻ, സുജിത്ത് സുകുമാരൻ, ഷൈജു ബഷീർ, സുനിൽ കൊപ്പാറേത്ത്, സിദ്ധാർത്ഥൻ, സുരേഷ് ബാബു, വാമദേവനാചാരി, രാജേന്ദ്രൻ, രാഹുൽ കവിരാജ്, കൃഷ്ണ, ശിവപ്രഭ, ഉദയൻ, സഞ്ജു സഹദേവൻ, അനുരൂപ്, വിജയൻ, ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.